നിങ്ങൾക്ക് ഈ അക്കരെ നാട്ടിൽ ചെല്ലണോ, നിങ്ങൾക്ക് ഹല്ലേലൂയ ഞാനെന്ന വഴിയിൽ കൂടി സഞ്ചരിക്കണമോ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കൈപിടിച്ചുകൊണ്ടൊരു ജീവിതം ഈ മണ്ണിൽ സാധ്യമാകണമോ, നിങ്ങൾക്ക് സമാധാനപൂർണമായ ഒരു ആത്മീയ ജീവിതത്തിന് ഉടമസ്ഥരായി തീരണമോ, വേറെ വഴിയൊന്നുമില്ല, എന്നെ വസിച്ചാൽ മതി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആവേശത്തോടെ നാം ആത്മീയ സമ്മേളനത്തിനിരിക്കുമ്പോൾ അക്കരെ നാട്ടിലേക്ക് പോകുവാൻ വെമ്പൽ കൊള്ളുന്ന വിശുദ്ധന്മാരുടെ അകം കുളിർക്കണമല്ലിയ, അതിനുള്ള ഉപാധി തമ്പുരാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇവിടെ കിടന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന കട്ടതയുടെയും ക്ലേശങ്ങളുടെയും നടുവിൽ ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ വാക്തത്വമാണ്, ഇട പിരിയാനാകാത്തൊരു ബന്ധത്തിൽ ക്രിസ്തുവുമായി ചേർന്ന് വസിച്ചാൽ ഞങ്ങൾക്ക് സാധ്യമാകുന്ന ആത്മീയ നന്മകളുടെ ഹല്ലേലൂയ സമ്പന്നതയോർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്നിൽ വസിക്കുവിൻ എന്നുള്ള യേശുവിൻ്റെ വചനം യേശു തന്നെ അത് വ്യാഖ്യാനിച്ചു. ദൈവദാസൻ അതിൻ്റെ വാക്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. കഴിഞ്ഞ പകൽക്കാലവും ഉച്ചയ്ക്കുമൊക്കെ അതിൻ്റെ ഹല്ലേലൂയ വിശദീകരണങ്ങൾ ദൈവദാസന്മാർ തന്നു. വചനത്തോട് നീതി പുലർത്തേണ്ടതിന് 1-2 പദങ്ങൾ ഞാനും ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ എങ്ങനെയാണ് എന്നിൽ വസിക്കുന്നതെന്ന് യേശു വിശദീകരിക്കുന്നതാണ് അതിൻ്റെ 9-ാം വാക്യം. നാം ഇപ്പോൾ വായിച്ചു കേട്ടതാണ്. ഹല്ലേലൂയ. ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിൽ വസിക്കുന്നതാ എന്നിൽ വസിക്കുന്നത്. വളരെ ശക്തമായി ദൈവദാസൻ അത് ഓർപ്പിച്ചു. എന്താണ് സ്നേഹമെന്ന്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ ദൈവസ്നേഹം. അർത്ഥാൽ ഒന്നും കൂടെ എടുത്തു പറഞ്ഞാൽ കാൽവറിയെ ധ്യാനിക്കുന്നതാ ക്രിസ്തുവിൽ വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സന്തോഷമുള്ള ദൈവമക്കളുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഒരു ആനന്ദം തരുന്ന ഓർമ്മയാ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ. ഇവിടെ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ നാളെയുടെ ഭാവിയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ചതൊന്നും ഈ മണ്ണിൽ നടന്നില്ലെങ്കിലും, പ്രാർത്ഥിച്ചതിനൊന്നും മറുപടി കിട്ടിയില്ലെങ്കിലും ഹല്ലേലൂയ അക്കരെ നാട് എനിക്ക് നഷ്ടപ്പെടത്തില്ല എന്നുള്ള ഉറപ്പ് പ്രാപിച്ച വീണ്ടെടുപ്പിൻ്റെ പദ്ധതി ഓർക്കുമ്പോൾ അറിയാതെ പാടുന്ന, അറിയാതെ ആരാധിക്കുന്ന, അറിയാതെ സ്തോത്രം ചെയ്യുന്ന, അറിയാതെ നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടർ ദൈവമക്കളാണ്. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വേണ്ടി മുടക്കിയ വില എന്താ. അതാ ദൈവസ്നേഹം. ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തിൽ നിങ്ങൾ വസിച്ചാൽ എന്നിൽ വസിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 2-ാം ഭാഗം യേശു വിശദീകരിച്ചത് വീണ്ടും നാം വായിച്ചു കേട്ടു. അതിൻ്റെ 10-ാമത് വാക്യമാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എൻ്റെ വചനത്തിൽ വസിക്കും, അല്ലെങ്കിൽ എന്നിൽ വസിക്കും. അർത്ഥം ഇത്രയേ ഉള്ളൂ. വചനം പ്രമാണിക്കാത്തവൻ എത്ര വലിയവനാണേലും ക്രിസ്തുവുമായി ബന്ധമുള്ളവനല്ല. എന്ന് രാത്രികാലം ദൈവവചനത്തിലുള്ള അനുസരണവും വിധേയത്വമാ ക്രിസ്തുവെന്ന മുന്തിരിവള്ളിയിലേക്ക് നമ്മെ അടുപ്പിച്ചു നിർത്തുന്നത്. ഇതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഈ ബന്ധം എന്താണെന്ന് ഇടപിരിക്കാനാകാത്ത അഭേദ്യമായ ആത്മാർത്ഥമായ സ്വയാശ്രയമില്ലാത്ത ദൈവാശ്രയത്തിൽ മാത്രമുള്ള ഈ ബന്ധത്തിൻ്റെ ആഴമെന്തെന്ന് കേൾവിക്കാരെ ബോധ്യപ്പെടുത്തുവാൻ, ശിഷ്യഗണത്തെ മനസ്സിലാക്കുവാൻ തമ്പുരാൻ പറഞ്ഞു തന്ന സംഭവം അല്ലെങ്കിൽ ഉദാഹരണമാണ് മുന്തിരി വള്ളിയിൽ വസിക്കുന്ന കൊമ്പുകളുടെ സംഭവം. അതാണല്ലോ ചിന്താവിഷയം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആ ചിന്തയിൽ നിന്നുകൊണ്ട് 2 തത്വങ്ങളും കുറേ അനുഗ്രഹങ്ങളും എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ഈ സമയബന്ധിതമായ ശുശ്രൂഷയാണ്, വചന ശുശ്രൂഷയുണ്ട്. എനിക്കറിയാവുന്നതെല്ലാം പറയുകയല്ല വചന ശുശ്രൂഷ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനത്തിന് വേണ്ട നൽകുകയുണ്ട്. അതുകൊണ്ട് ഞാൻ 7 പോയിൻ്റ് sermon പറഞ്ഞില്ലെങ്കിലും 1 പറഞ്ഞുള്ളെങ്കിലും എനിക്കും നിങ്ങൾക്കും നന്നാകാനുള്ളതാകട്ടെ എന്നതായിരിക്കുന്നു ഇന്ന് രാത്രി എൻ്റെ ചിന്ത. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിച്ച് എഴുതിക്കൊണ്ട് വരുന്ന വചനങ്ങളൊക്കെ വായിച്ച് നോക്കുമ്പോൾ പറയും, അയ്യോ കഴിഞ്ഞു പോലും ഇനിയും പറയാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് പ്രയാസങ്ങളൊക്കെ മനസ്സിൽ തോന്നുമെങ്കിലും ഹല്ലേലൂയ. എബ്രായ ലേഖന കർത്താവ് എഴുതിയതുപോലെ 11-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന് വലിയ ആഗ്രഹമായിരുന്നു പഴയ നിയമത്തുള്ള സകല വിശുദ്ധന്മാരുടെയും ചരിത്രമൊക്കെ ഒന്ന് എഴുതി പിടിപ്പിക്കണമെന്ന്. അങ്ങനെ എഴുതി വന്നപ്പോൾ പറഞ്ഞു, ഇനി എന്തു പറയേണ്ടു, ഗിദെയോൻ, ശങ്കർ, ബാരാക്ക്, ഇബ്താഹ് ഇവരെക്കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ കമ്പി സന്ദേശം പോലെ പറയുന്നു, വിശ്വാസത്താൽ സിംഹത്തിൻ്റെ വായടച്ചു, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ആമേൻ. അതുകൊണ്ട് വലിയ പുസ്തകം 11-ാം അധ്യായം, അതുകൊണ്ട് 31 അധ്യായം വാക്യം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞതുപോലെ ഇനി എന്തു പറയേണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളും ഇത് ആത്മാവിൽ അങ്ങ് ചുരുക്കി പറയുകയാണ്. 2 തത്വങ്ങളാണ് ക്രിസ്തുവിൽ വസിക്കുക എന്നതിൻ്റെ 2 പ്രിൻസിപ്പിൾ. 1-ാമത്തെ പ്രിൻസിപ്പിൾ അതിൻ്റെ 2-ാം വാക്യത്തിലുണ്ട്. 2ഉം അതിനകത്ത് തന്നെയാണ്. 1-ാമത്തെ തത്വം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടിക്കളയുന്നു അല്ലെങ്കിൽ നീക്കിക്കളയുന്നു. ശ്രദ്ധിക്കണം ആ പദം. നാം പറഞ്ഞു പോകുന്നതിനേക്കാൾ അല്പം കൂടി അർത്ഥം, ആഴം അതിനുണ്ട്.
കായ്ക്കാത്ത കൊമ്പെന്ന് യേശു പറഞ്ഞില്ല. നാം പലപ്പോഴും അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. ഹി നെവർ ടോൾഡ് ദാറ്റ്. നോ, ഹല്ലേലൂയ. കായ്ക്കാത്ത കൊമ്പല്ല, എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. കായ്ക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പം? പാട്ടിന് കുഴപ്പമുണ്ടോ? പ്രസംഗത്തിന് കുഴപ്പമുണ്ടോ? കയ്യടിക്ക് കുഴപ്പമുണ്ടോ? ആരാധനയോ തുള്ളലോ എന്തിനാ നമുക്ക് കുറവ്? പക്ഷേ ഇത് കായ്ക്കുന്നത് ക്രിസ്തുവിൻ്റെ ഗുണമുള്ള ഫലമാണോ? ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടമുള്ള ഫലമാണോ? എൻ്റെ സ്വഭാവമുള്ള ഫലമാണോ? മുന്തിരിവള്ളിയുടെ ഗുണവിശേഷമില്ലാത്ത, അർത്ഥാൽ ഒന്നും കൂടെ എടുത്തു പറഞ്ഞാൽ, എനിക്ക് വേണ്ടി ഫലം കായ്ക്കാത്ത കൊമ്പിന് എന്നിൽ സ്ഥാനമില്ലെന്നാണ് ആ വാക്യത്തിൻ്റെ ഒരർത്ഥം. ഇന്ന് രാത്രികാലം നാം തിരിച്ചറിയേണ്ട ഒന്നാമത്തെ തത്വം അതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. നമ്മുടെ പാട്ടുകളൊക്കെ നല്ലതല്ലേ? ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. കൊടുത്തിരിക്കുന്ന വിളി, ദർശനം, സമർപ്പണം, അവരുടെ ശുശ്രൂഷകളെയൊക്കെ എത്രയോ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അവരെ ഓർത്തും നമുക്ക് സ്തോത്രം ചെയ്യണം. അപ്പോൾ തന്നെ നമ്മുടെ പാട്ടുകളൊക്കെ വളരെ അർത്ഥവഷ്ടമാണ്, മനോഹരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. ഈ 2023 ജൂലൈ മാസം 1-ാം തീയതി രാത്രി ഇരുന്നു കൊണ്ട് അമേരിക്കയിലും കാനഡയിലും ചിതറിപ്പാർക്കുന്ന പ്രവാസ സമൂഹത്തോട്, ആത്മീയ സമൂഹത്തോട്, നിങ്ങളുടെ കൂട്ടു സഹോദരനെ ചോദിക്കുന്നു, കഴിഞ്ഞ 6 മാസം കായ്ച്ചതെല്ലാം സ്നേഹത്തിലൂടെയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ് കൈയടിക്കാനൊക്കെ അവസരമുണ്ട്, അവസാനമൊക്കെ വരുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ ഇപ്പം കൈയടിച്ചില്ലേലും ചോദിക്കുന്നു, 6 മാസം കായ്ച്ച ഫലത്തിനകത്ത് ദൈവസ്നേഹത്തിൻ്റെ മണമില്ലെങ്കിൽ നാം അവനിലല്ല കായ്ച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹത്തിലാണോ എല്ലാം കണ്ടത്? അതോ എൻ്റെ സ്വന്തം കണ്ണിൽ കൂടെ കണ്ടോ? സ്വന്തം നിയമാവലി ഉണ്ടാക്കി കണ്ടോ? എൻ്റെ അധികാരത്തിൻ്റെ പരിധിയിലാണോ കണ്ടത്? എൻ്റെ ഇഷ്ടപ്രകാരമാണോ കണ്ടത്? എൻ്റെ ആശയ്ക്കൊത്താണോ കണ്ടത്? അല്ല, ഇന്ന് രാത്രി സ്നേഹത്തിലൂടെ കാണണം. എന്തെങ്കിലും ചെയ്താൽ അത് ദൈവസ്നേഹത്തിൽ ചെയ്യണം. ഹല്ലേലൂയ. എന്നിൽ നിൻ ദിവ്യ സ്വഭാവം പകരണം. ക്രിസ്തുവിൻ്റെ ഭാവവും ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ ശൈലിയും, എടുത്തു പറഞ്ഞാൽ മുന്തിരിവള്ളിയുടെ ഗുണവിശേഷമില്ലാത്ത ഒരു ഫലപ്രാപ്തിയും ഒരു ഫലം കായ്ക്കുന്നതും ദൈവത്തിൻ്റെ ലിസ്റ്റിൽ അംഗീകരിക്കപ്പെട്ടതല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടുന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈ കോൺഫറൻസിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, ഇവിടെ പങ്കെടുക്കുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ആഗ്രഹവും ആവേശവും അതായിരിക്കണം. മുന്തിരിവള്ളിയുടെ ഗുണമില്ലാത്ത ഒരു ഫലവും എനിക്ക് കായ്ക്കണ്ട. മുന്തിരിവള്ളിക്ക് അപമാനം വരുത്തുന്ന, എത്ര വലുതാണെങ്കിലും എത്ര പെരുപ്പമുള്ളതാണെങ്കിലും എത്ര പേര് കൈയടിച്ച വിഷയമാണെങ്കിലും മുന്തിരിവള്ളിക്ക് അപമാനം വരുത്തുന്ന ഒരു ഫലവും എനിക്ക് കായ്ക്കണ്ട. പ്രൈസ് ദി ലോർഡ്. സഭയിലെ 50 പേര് കൈയടിച്ചേക്കാം, 4 പേര് കൂടെ നിന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ സ്വർഗം പറയുന്നത് അതല്ല പറയേണ്ടത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള, അല്ലെങ്കിൽ എന്നിൽ വസിച്ചാൽ എൻ്റെ രക്തവും എൻ്റെ വെള്ളവും എൻ്റെ വളവുമായിരിക്കണം നിങ്ങളിലേക്ക് വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദിവ്യ സ്വഭാവത്തിന് വി ആർ ബിക്കമിങ് ഐഡന്റിഫൈങ് വിത്ത് ദ ഡിവൈൻ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി അവിടെ നാം മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ നീക്കിക്കളയുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ നല്ല പേര്. അയ്യോ, പാസ്റ്റർ നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല, ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് മുഖം കുമ്പളങ്ങ പോലെ വെച്ചേക്കുവാണല്ലോ, പാസ്റ്റർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, വിശ്വാസി എന്നാണല്ലോ ഞങ്ങൾ അറിയപ്പെടുന്നത്, പാട്ടുകാരനാ, പ്രവാചകനാ, പ്രസംഗകനാ, പ്രഭാഷകനാണ്, ആത്മീയത്തിൻ്റെ പരമാപ്തിയെ നിൽക്കുന്നവനാ, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ചോദ്യം ഇത്രയേ ഉള്ളൂ, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാത്ത ക്രിസ്തുവിൻ്റെ ഭാവം എന്നിലുണ്ടായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള, ഹല്ലേലൂയ, ആ ക്ഷമയുടെ പ്രതികാര ചിന്തയില്ലാത്ത പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? അതോ ആൾക്കൂട്ടം കൂട്ടി 4 പേരെ ചേർത്തിട്ട് അവനിട്ടല്ലേ എനിക്കിട്ട് ചെയ്തതുപോലെ തന്നെ തിരിച്ചും ചെയ്യുമെന്നുള്ള പ്രതികാരത്തിൻ്റെ പ്രസംഗമാണ് ഞാനിവിടെ ചെയ്യുന്നതെങ്കിൽ, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ എൻ്റെ ആത്മീയത്തിന് വട്ടപൂജമിടുന്ന ഒരു സ്വർഗത്തെ എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സംഘടനയിലാണെങ്കിലും ഭാര്യ ഭർത്തൃബന്ധത്തിലാണെങ്കിലും പ്രതികാര ചിന്തയില്ലാത്ത സഹനത്തിൻ്റെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഹല്ലേലൂയ ഫലമായിരിക്കട്ടെ എന്നിലും നിങ്ങളിലും പടർന്നു പന്തലിച്ചു നിൽക്കുന്നത്. എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? ഒരു സ്വയശോധനയുടെ കാലമായി മാറട്ടെ ഈ പീസിനാക്കിൽ. ഇന്ന് രാത്രികാലം എൻ്റെ കുടുംബ ബന്ധത്തിൽ വീണ വിള്ളലുകൾ യേശുവിൻ്റെ നാമത്തിൽ അവസാനിക്കട്ടെ. ഹല്ലേലൂയ.
രോഗസൗഖ്യം വേണം, എനിക്കും വേണം രോഗസൗഖ്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും രോഗസൗഖ്യം വേണ്ടതാ. പക്ഷെ ഒരു രോഗം പോലും സൗഖ്യമായില്ലെങ്കിലും നിത്യത നഷ്ടപ്പെടുന്ന വ്യസനത്തിനുള്ള ഏതെങ്കിലും മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ഇന്ന് രാത്രികാലം ശാശ്വത മാർഗത്തിൽ എന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു ആത്മാവിന്റെ വ്യാപാരം ഇതിനകത്ത് വ്യാപരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആശിക്കുന്ന എത്ര പേരുണ്ട്? അവർക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ സ്വഭാവമില്ലെങ്കിൽ, എന്നിൽ കായ്ക്കാത്ത, ഞാനാകുന്ന മുന്തിരിവള്ളിയുടെ സ്വഭാവ വിശേഷണമില്ലാത്ത ദൈവമക്കളെ വചനത്തിൻ്റെ വെട്ടുകൊള്ളണം. രാവിലെ കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഓർപ്പിച്ചായിരുന്നു പ്രസംഗിച്ചപ്പോൾ. എനിക്ക് തോന്നുന്നു പാസ്റ്റർ ജോയി തോമസ് ആണെന്ന്. ഏദൻ തോട്ടത്തിൽ ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ച ആ ഭാര്യയും ഭർത്താവും തോട്ടം സൂക്ഷിക്കേണ്ടതിന് പകരം സ്വന്തം കാര്യം നോക്കിയത് കൊണ്ട് തോട്ടത്തിന് പുറത്തായി. ഞാൻ എൻ്റെ ഒരു വ്യാഖ്യാനം പറയുക, തെറ്റിദ്ധരിക്കേണ്ട. ഹല്ലേലൂയ. അത്യാവശ്യം വചനമൊക്കെ നമ്മൾ പഠിക്കുന്നവരാണല്ലോ. അവിടെ ഊരിപ്പിടിച്ച് വാളുമായി 2 ദൈവദൂതന്മാരെ, കെരൂബുകളെ നിർത്തി. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു, കർത്താവ് തിരിച്ചൊന്ന് കയറണമെങ്കിൽ എന്തോ ചെയ്യണം? തിരിച്ചൊന്ന് തോട്ടത്തിലൊന്ന് കയറണമെങ്കിൽ എന്താ സാധ്യത? ഇത്രയേ ഉള്ളൂ എനിക്ക് കിട്ടിയ ഉത്തരം. അതാണ് 15-ന്റെ 2-ാം വാക്യം, 3-ാം വാക്യം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഈ വാളിൻ്റെ വെട്ടുകൊള്ളാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അകത്ത് കയറാം. അത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. തിരിച്ച് ഈ പരദീസ പ്രവേശനം വേണമോ? വചനത്തിൻ്റെ വെട്ടുകൊള്ളാൻ തയ്യാറാകണം. വചനത്തിന് തലോടലില്ല ദൈവമക്കളെ. വചനം മലൽ ഇന്ന് രാത്രികാലം കെരൂബിൻ്റെ വാളാണേലും മോശയുടെ കയ്യിൽ കിട്ടിയ ന്യായപ്രമാണമാണെങ്കിലും സാക്ഷാൽ വചനമായി ഇറങ്ങി വന്നവൻ്റെ അതരത്തിൽ നിന്ന് പുറപ്പെട്ട ജീവൻ്റെ വചനമാണെങ്കിലും എൻ്റെ അസ്ഥികളെ തുളയ്ക്കുവാൻ ഞാൻ അനുവദിച്ചാൽ എനിക്ക് പരദീസ പ്രവേശനം സാധ്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനുള്ള സന്ദർഭം ഇന്ന് രാത്രി ദൈവാത്മാവ് നമുക്ക് വചനങ്ങളിൽ കൂടെ തന്നുകൊണ്ടിരിക്കുകയല്ലേ. വചനത്താലുള്ള ശുദ്ധീകരണം. എത്ര നാളായി ഹല്ലേലൂയ ഈ സാക്ഷ്യങ്ങൾ. ഇപ്പോൾ കുറേ അമേരിക്കയിലും സഭകളിൽ സാക്ഷ്യങ്ങളില്ല. ഞാനൊരു പാസ്റ്റേജ് പറന്ന് വളർന്നുകൊണ്ട് സാക്ഷ്യങ്ങളുടെയൊക്കെ നടുക്ക് വളർന്നു വന്ന ആൾക്കാരാണ്. ഞായറാഴ്ച ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, സഭായോഗത്തിന് പായിടുന്ന ജോലി ഞങ്ങൾ പിള്ളേർക്കൊക്കെ ഉള്ള ജോലിയാണ്. അങ്ങനെ പായിട്ട് വരുമ്പോൾ ചില പായിയുടെ ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കാണാം. അവിടെങ്ങും തഴയൊന്നുമില്ല. കാരണം സന്തോഷിപ്പിച്ച വാക്യത്തിന് അടയാളം വെക്കുന്ന ഞായറാഴ്ച വരുന്നവർ പ്രബോധിപ്പിക്കണമല്ലോ. അങ്ങനെ പായയുടെ ഇഴയൊക്കെ ഇങ്ങനെ ഊരിയാണ് അടയാളം വെക്കുന്നത്. പക്ഷെ എല്ലാവരും സന്തോഷിപ്പിച്ച വാക്യമേ പറയാറുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ച എന്നെ ശുദ്ധീകരിച്ച വചനം ആരും പറയുന്ന കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരാഴ്ച എന്നെ ശുദ്ധീകരിച്ചു. കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങളുടെ കുടുംബജീവിതത്തെ ശുദ്ധീകരിച്ചത് ഈ വചനമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ശുദ്ധീകരിച്ച ഈ വചനമാണ്. ഞാനും എൻ്റെ ദൈവദാസനുമായ ഇടപാടിൽ എനിക്ക് മനസാക്ഷി കുത്തു തന്നത് ഈ വചനമാണെന്നൊരു സാക്ഷ്യം കേട്ടിട്ട് എത്ര നാളായി? നാം കേൾക്കുന്ന മുഴുവൻ സന്തോഷിപ്പിച്ച വചനം. ഇറ്റ്സ് നോട്ട് ഫോർ ജസ്റ്റ് മെയർ എക്സൈറ്റ്മെന്റ്, ഇറ്റ്സ് ഫോർ സാങ്ക്ടിഫിക്കേഷൻ. എന്ന് രാത്രികാലം അതിൽ സന്തോഷത്തോടൊപ്പം തന്നെ വചനത്താലുള്ള ശുദ്ധീകരണം എന്നിൽ വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നീക്കിക്കളയുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടി. അയ്യോ പാസ്റ്റർ IPC എബ്രോഹിൻ്റെ പാസ്റ്റർ അല്ലേ, അത്യാവശ്യം മിഡ് വെസ്റ്റ് റീജിയൻ്റെ ചുമതലയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ കോൺഫറൻസിനും വന്നല്ലോ, അപ്പോൾ പേരിലൊക്കെ ഇവിടെ പാഠപുസ്തകത്തിൽ കണ്ടല്ലോ. അത് ഇവരിട്ട പേര്. എൻ്റെ പുസ്തകത്തിൽ പേര് കാണണമെങ്കിൽ എൻ്റെ വചനപ്രകാരം വസിച്ചോണം. എൻ്റെ ലിസ്റ്റിൽ പേര് കാണണമെങ്കിൽ, ഇല്ലെങ്കിൽ എന്നിൽ കായ്ക്കാത്ത കൊമ്പിനെ ഞാൻ മുറിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 2-ാമത്തെ തത്വം എന്താണ്? എൻ്റെ 2-ാമത്തെ തത്വം അതേ വാക്യത്തിൽ തന്നെ ഉണ്ട്. കായ്ക്കുന്ന കൊമ്പൊക്കെയും, വസിക്കുന്നവരുടെ കാര്യം പറയുന്നത് കേട്ടോ, കായ്ക്കുന്ന കൊമ്പൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടത്. നിങ്ങൾക്കും ചേർന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. അധികം ഫലം കായ്ക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ് പരിശോധനയുടെ പാഠശാലയിൽ കൂടെ കടന്നു പോകുന്നതാ ക്രിസ്തുവിൽ വസിക്കുന്നതിൻ്റെ 2-ാമത്തെ തത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് എ ലൈഫ് ഓഫ് റോസ് ഓഫ് ബർഡ്. ഹല്ലേലൂയ. പട്ടുമെത്തയുടെ ജീവിതമല്ല ആത്മീയ ജീവിതം. ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വാഗ്ദാനം തന്നെങ്കിൽ പറഞ്ഞവനും മണ്ടൻ, കേട്ട നിങ്ങളും മണ്ടരാ. ക്രിസ്ത്യ ജീവിതം ക്രൂശിൻ്റെ വഴിയുള്ള യാത്രയാണ്. അവിടെ നന്മയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ആയുഷ്കാലമൊക്കെ പുറകെ വരുന്നുണ്ട്. പക്ഷേ കാണുന്നു ഞാൻ എൻ്റെ തൊട്ട് മുമ്പിൽ വിരിക്കപ്പെട്ട ചങ്കിൽ നിന്ന് അല്ലെങ്കിൽ തുളച്ചൊഴുകുന്ന ഒഴുകുന്ന നദി. അത് രക്തത്തിൻ്റെ നിറമുള്ള നദിയാ. ആ രക്തനദിയിൽ മുങ്ങിക്കുളിച്ചതിൻ്റെ അഭിമാനം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുവാൻ തൻ്റെ ഇടമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന സകല ആത്മീയരോടും ആത്മാവിൽ ദൂത് പറയട്ടെ, നിങ്ങളുടെ നിറം നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ നിറമല്ല. നിങ്ങളുടെ നിറം നിങ്ങൾ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ തിളക്കമുള്ളതിൻ്റെ ഒന്നുമല്ല. എൻ്റെയും നിങ്ങളെയും ഇന്ന് തേജസ്സുള്ളവരാക്കി മാറ്റിയത് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ കഴുകപ്പെട്ട വിശുദ്ധിയുടെ വർണ്ണമാണ്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ ഹല്ലേലൂയ ആലയത്തിലേക്ക് ചുവട് വെച്ച് നടന്നു പോകുന്ന പുരോഹിതന്മാരുടെ കാഴ്ച അതിമനോഹരമാണ്.
അരക്കെട്ടും നടുക്കെട്ടുമല്ല ചുമൽക്കണ്ടങ്ങളും മാറത്ത് അലലിയ പതക്കമൊക്കെ കെട്ടിക്കൊണ്ട് നടന്നു പോകുന്നത് കാണാനൊക്കെ സന്തോഷമാണ്. ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഒരു വസ്ത്രം കിട്ടിയായിരുന്നെങ്കിൽ 4 ബസ്സിലെങ്കിലും ആൾക്കാർ എഴുതിയിട്ട് നിന്നേലൊന്നും. പക്ഷേ നമ്മളെ കണ്ട തിരിച്ചറിയത്ത് പോലുമില്ല. ഈ വസ്ത്രധാരണത്തിൻ്റെയൊക്കെ നടുവിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് പുരോഹിതന്മാരുടെ തലയിൽ ഒരു ഡയഡം വെച്ചിട്ടുണ്ട്, ഒരു 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 പതക്കം വെച്ചിട്ടുണ്ട്. ഹോളി ആൻഡ് ടു ദ ലോർഡ്, യഹോവയ്ക്ക് വിശുദ്ധം. ഇതാണ് ഒരു പുരോഹിതനെ കാണുന്നവർ പറയുന്നത്. അല്ലാതെ ഇട്ടിരിക്കുന്ന നീളം കുപ്പായത്തിൻ്റെ തിളക്കമല്ല, കെട്ടിയിരിക്കുന്ന ചരടിൻ്റെ കറുപ്പല്ല, പോലെ തോളി വെച്ചിരിക്കുന്ന ചുമൽക്കണ്ടത്തിൻ്റെയും അതിൻ്റെ തിളക്കമല്ല. യഹോവയ്ക്ക് വിശുദ്ധം. എന്ന് രാത്രികാലം നടന്നു പോകുന്ന എന്നെയും നിങ്ങളെ നോക്കി ലോകം പറയണം, ഹി ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദിസ് വേൾഡ് ആൻഡ് സെപ്പറേറ്റഡ് അൺടു ഗോഡ്. ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന് വേണ്ടി വേർപാടോടെ ജീവിക്കുന്ന ഒരു കൂട്ടർ ഇതാ. ബിലയാമിന്റെ അതിരത്തിൽ വെളിപ്പെട്ട അതേ ആലോചന എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ കൂടെ പഠിക്കുന്നവര് കൂട്ടു സഹോദരൻ പറയട്ടെ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. ഞങ്ങളുടെ സംസാരത്തിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ ഒറ്റക്കൊടുക്കലിലും ഒറ്റപ്പെടുത്തലിലും ഞങ്ങളുടെ ജീവിതയാത്രയിൽ വന്നുഭവിച്ച ഒരു ഈ ലോകത്തിന്റെ കുതന്ത്രങ്ങളിലും പെടാത്ത ഒരു കൂട്ടരെന്ന ഒരു സാക്ഷ്യം പ്രാപിക്കണം. അവരാ ദ വൺ ഹു അബൈഡ് ഇൻ മീ, അവരാ എന്നി വസിക്കുന്നവര്. ഹല്ലേലൂയ. പരിശോധനയുടെ പാഠശാലകളിൽ ചോദിച്ചില്ലേ ദൈവദാസി കഴിഞ്ഞ ആഴ്ച? ദൈവദാസിനെ ചോദിച്ചില്ലേ, 50 വർഷം ഞാൻ കർത്താവിനെ സേവിച്ചു, എത്ര പ്രസംഗം പ്രസംഗിച്ചതാ, എത്ര കൈയടിച്ചതാ, പിന്നെന്തിനാ എനിക്ക് ഈ വേദന, പിന്നെ എനിക്കെന്തിനാ ഈ മുറിവ്? എന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ഹല്ലേലൂയ, പാടുന്ന നിന്നെ അധികം പാടിക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. പ്രാർത്ഥിക്കുന്ന നിന്നെ അധികം പ്രാർത്ഥനക്കാരിയാക്കുവാൻ, വെളിപ്പാടുള്ള നിന്നെ അധികം വെളിപ്പാട് കാണുവാൻ, ശുശ്രൂഷയുള്ള നിനക്ക് ശുശ്രൂഷയ്ക്ക് പുതിയ കരുത്ത് തരുവാൻ, ആത്മാവിൽ ചാടുന്ന നിന്നെ ആത്മാവിൽ വീണ്ടും തുള്ളിക്കുവാൻ, ഇന്ന് രാത്രി അധികം ശുശ്രൂഷിക്കേണ്ടതിന്, അധികം പ്രാർത്ഥിക്കേണ്ടതിന്, അധികം ആരാധിക്കേണ്ടതിന്, അധികം സ്തോത്രം പറയേണ്ടതിന്, അധികം നൃത്തം ചെയ്യേണ്ടതിന്, അധികം കൈയടിക്കേണ്ടതിന്, അധികം തുള്ളേണ്ടതിന്, അധികം പ്രയോജനപ്പെടുത്തേണ്ടതിന്, അധികം ഉപയോഗിക്കേണ്ടതിന്, അധികം ശക്തിപ്പെടുത്തേണ്ടതിന് വെടിപ്പാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ വേദനയും പ്രയാസം വരുമ്പോൾ ഇതൊന്ന് ആഡ് ചെയ്താൽ മതി, അധികം പ്രയോജനപ്പെടാൻ, അധികം ഉപയോഗിക്കുവാൻ, അധികം ഉപയോഗിക്കുവാൻ, ഹല്ലേലൂയ, അധികം പ്രയോജനപ്പെടുത്തുവാൻ ചെത്തി വെടിപ്പാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു അനുഗ്രഹം ഒന്ന് ഇവിടെ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ സമയം കഴിയും, ഞാൻ പോയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹങ്ങൾ 7 പറയാനുണ്ട്, പക്ഷെ 1 മാത്രം ഞാൻ പറഞ്ഞ് അവസാനിക്കാം. കർത്താവിൻ്റെ ദാസിൽ നിന്ന് കേൾക്കുവാൻ ഞാനും ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. എനിക്ക് പാസ്റ്റർ ബാബുച്ചനെ ഒത്തിരി ഇഷ്ടം. ഞാൻ പാസ്റ്റർ ഇതും കൊണ്ട് പറയുന്നില്ല, എനിക്ക് എപ്പം വിഷമം ഉണ്ടായാലും അന്ന് രാവിലെ പാസ്റ്റർ എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കും. എന്നെ ഓർത്തിട്ടാണെന്ന് അറിയത്തില്ല. രാവിലെ ഒന്നീ പ്രാർത്ഥിക്കും, പാസ്റ്റർ ഷിബു തോമസേ കർത്താവിൻ്റെ ദാസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് 2 മിനിറ്റൊക്കെ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചൊരു മെസ്സേജ് ഇടും. ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചു, 2 ആഴ്ച മുമ്പ് അങ്ങനെ സംഭവിച്ചു, ഈ വർഷം തുടങ്ങിയപ്പോൾ അങ്ങനെ സംഭവിച്ചു. ഞങ്ങൾ അധികം സംസാരിക്കും, ഞാൻ അങ്ങനെ ഫോണിലൊന്നും വിളിക്കാറ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആകെ 5 മിനിറ്റ് ഒരുമിച്ച് സംസാരിക്കും. അതുകൊണ്ട് എനിക്ക് ദൈവദാസിനെ ഒത്തിരി ഇഷ്ടമാണ്, ബഹുമാനമാണ്. ദൈവദാസിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസ് നമുക്ക് കേൾക്കണമല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്നിൽ വസിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ഇത് ശ്രദ്ധിക്കണം. ഈ ഫലം കായ്ക്കുന്നതും വളരെ ഫലം കായ്ക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മനുഷ്യത്വമുള്ള എല്ലാവരും ഫലം കായ്ക്കുമെന്നേ. സ്നേഹിച്ചവരെ തിരിച്ച് സ്നേഹിക്കാൻ ആർക്കാ മടി? കരുതുന്നവരെ തിരിച്ച് കരുതാൻ ആർക്കാ മടി? എനിക്ക് കാശ് തന്നവന് വോട്ട് കൊടുക്കാൻ ആർക്കാ മടി? പ്രൈസ് ദി ലോർഡ്. കൂടെ നിൽക്കാൻ ആർക്കാ മടിയെന്ന്? എനിക്ക് കൈ തന്നാൽ ഞാൻ കൂട്ടത്തിലുണ്ട്. എൻ്റെ പ്രസംഗത്തിന് അല്ലേലിയ പറഞ്ഞാൽ ആ ആളിൻ്റെ പ്രസംഗത്തിന് ഞാനും അല്ലേലിയ പറയും. പ്രൈസ്. എൻ്റെ ആശയങ്ങളോട് യോജിച്ച് നിന്നാൽ അത് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കാര്യമല്ലേ? അത് നല്ല മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ളവരുടെ ഗുണങ്ങളാ ഹല്ലേലൂയ ശത്രുക്കളെ കഴിവതും ഉണ്ടാക്കാതിരിക്കുന്നത്. അതവർ ചെയ്യുന്നതാണ്. മനസാക്ഷി. ഏത് മതസ്ഥർ, എത്രയോ നല്ല മതസ്ഥരുണ്ട്, യാതൊരു ഹല്ലേലൂയ പ്രതിഫലേച്ഛയും ലാഭേച്ഛയും ഇല്ലാതെ എത്രയോ പേർക്ക് നന്മ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അതൊക്കെ മാറി. പണ്ട് 3000 രൂപയുടെ സൈക്കിൾ കൊടുക്കാൻ വേണ്ടി $3000 എടുത്ത് നാടി പോകുമായിരുന്നു. എൻ്റെ കൂട്ടത്തിലുണ്ടേ. സ്തോത്രം. ഞാനപ്പോൾ ഓർക്കും, കർത്താവ് ആ $3000 ഉണ്ടെങ്കിൽ 30 പേർ കൂടെ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കലായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന എൻ്റെ സാഹചര്യം ഇത്രയുള്ള ദൈവമക്കളെ, അധികം ഫലം കായ്ക്കണമെങ്കിൽ, വളരെ ഫലം കായ്ക്കണമെങ്കിൽ ക്രിസ്തുവിൽ വസിച്ചാലേ പറ്റത്തുള്ളൂ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കും. സാധാരണ ഫലം കായ്ക്കാൻ വേണ്ടി ഒരു സാധാരണ വിശ്വാസിക്ക് പറ്റുമെന്ന്. പ്രസംഗം നന്നായിരുന്നു, പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ആഴ്ചയും വിസിറ്റ് ചെയ്യാൻ വന്നു, കോൺഫറൻസിന് വന്നു, വളരെ മനോഹരമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഒരു പരാതിയില്ല, ഫലം കായ്ക്കും, ഒരു വഴക്കും ഉണ്ടാക്കാതെ തിരിച്ചു പോകും. വിഭവസമൃദ്ധമായ സദ്യ അവിടെ വിളമ്പുന്നത്. ഇതൊന്ന് കുറഞ്ഞായിരുന്നെങ്കിൽ ഫലം കായ്ക്കാൻ പറ്റുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
എന്തൊരു മോശപ്പെട്ട ഫുഡാണ്, കാശ് വാങ്ങിച്ചിട്ട് അവർ തന്നു. റൂമിലോട്ട് കയറിയപ്പോൾ വാഷ്റൂമിൽ കയറി, അവിടെ വെള്ളമില്ല, എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നില്ല. മൊത്തം ഇതിൻ്റെ പരാതി കേൾക്കേണ്ടത് ഈ കൺവീനർമാർക്കും സെക്രട്ടറിക്കും ഒക്കെയാണ്. കാരണം സാധാരണ ഫലം കായ്ക്കുന്നവർക്ക് ഇതെല്ലാം അനുകൂലമാണെങ്കിലേ കായ്ക്കാൻ പറ്റും. പക്ഷേ വളരെ ഫലം കായ്ക്കണമെങ്കിൽ ആഗ്രഹിച്ച വെള്ളവും വളവും ഒന്നും ഈ വൃക്ഷത്തിന് കിട്ടിയെന്ന് വരത്തില്ല. നിങ്ങൾ മണ്ണിൽ കണ്ട സ്വപ്നങ്ങളൊന്നും നടന്നെന്ന് വരത്തില്ല. ക്രൈസ്തർ 4 പേര് കൂടെ നിന്ന് കൈയടിക്കുവാൻ ഒറ്റ ആൾക്കാരെ നിങ്ങളുടെ കൂടെ കണ്ടെന്ന് വരത്തില്ല. പക്ഷേ അന്നേരം നമ്മൾ ഫലം കായ്ക്കും. കാരണം വസിക്കുന്നത് ക്രിസ്തുവില. ഇവിടെ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഞാൻ വലിച്ചെടുക്കുന്ന വളവും വെള്ളവും അത് ഈ മണ്ണിൻ്റെ ഗുണമുള്ളതല്ല, അത് ഈ മുന്തിരിവള്ളി നേരിട്ട് തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചോദിച്ചില്ലേ ഈ വേദനയൊക്കെ ഉള്ളപ്പോഴും ഈ സഹോദരി എങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അത് ക്രിസ്തുവിൽ വസിച്ച് വളരെ ഫലം കായ്ക്കുന്നതാ. ഇത്ര നിന്നയും അപമാനമുണ്ടായിട്ടും എങ്ങനെ പുഞ്ചിരിയോട് ഇങ്ങനെ പാട്ട് പാടാൻ പറ്റുന്നത്? അത് ക്രിസ്തുവിൽ വസിച്ച് വളരെ ഫലം കായ്ക്കുന്നത്. നിരാശ ജീവിതത്തിൽ വരുമ്പോഴും, മരണം നടന്നപ്പോഴും, 10 കല്ലറ അപ്പം കാണുമ്പോഴും യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുവാൻ എന്താ കാരണം? അത് ക്രിസ്തുവിൽ വസിച്ച് വളരെ ഫലം കായ്ക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കൈയും കാലും ചങ്ങലയ്ക്കകത്തും ആമത്തിലിട്ട് പൂട്ടിയാലും, ശീലാസ് പൗലോസിനോട് ചോദിച്ചു, എൻ്റെ അച്ചായ ശുഭചട വേലയ്ക്കാന്ന് ഇറങ്ങിയിട്ട് ഇതിനാണ് ഇവിടെ കൊണ്ടുവന്നത്. ദേഹത്ത് ഒരു ശകലം തൊലിയില്ല, ഉള്ള വസ്ത്രം മുഴുവൻ പറിച്ച് ഉരിഞ്ഞു കളഞ്ഞു, പബ്ലിക്കിലി നാണം കെടുത്തി കളഞ്ഞു, കോല് കൊണ്ട് കിട്ടാവുന്ന അടി മുഴുവൻ കിട്ടി. എന്നിട്ട് നമ്മൾ ഈ രാത്രി ഇങ്ങനെ ഇരിക്കുന്നതല്ല ചോദിച്ചത്. രാത്രിയിൽ ചങ്ങല താളമാക്കി, ആമത്തെ തമ്പേറാക്കി ആത്മാവിൽ പാടാൻ തീരുമാനിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? അവർ വളരെ ഫലം കായ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്കിനോട് ചോദിക്കേ, കാണുന്നത് എന്താ? ഒരു കാഴ്ച. ദർശനം എന്താ? വേറൊരു കാഴ്ച. അകക്കണ്ണ് കൊണ്ട് കാണുന്നതും പുറം കൊണ്ട് കാണുന്നതും രണ്ടും രണ്ടാ. പുറം കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് തളിർക്കാത്ത അത്തിവൃക്ഷം, പക്ഷെ എൻ്റെ ദർശനത്തിലെ അത്തിക്കകത്ത് ഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ ദർശനത്തിലെ അത്തിക്കകത്ത് ഫലമുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ അത്തി തളിർക്കത്തില്ലെങ്കിലും നിന്റെ ദർശനത്തിലെ മുന്തിരിക്കകത്ത് പൂത്തു നാലലിയ ദൈവത്തിനും മനുഷ്യർക്കും ആനന്ദം കൊടുക്കുന്ന വീഞ്ഞുള്ള രസമുള്ള മുന്തിരിക്കുലയുണ്ടെങ്കിൽ, കണ്ണുകൊണ്ട് കാണുന്ന മുന്തിരിക്കലയിൽ ഒരു ഫലമില്ലെങ്കിലും ഞാൻ പാട്ട് നിർത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദർശനത്തിനകത്ത്, ഒലിവുംകായ്ക്കകത്ത് ഇപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന് പ്രയോജനമായി തീരുന്ന, ആലയത്തിൽ വിളക്ക് കത്തിക്കുന്ന ഇടിച്ചെടുത്തി അഭിഷേകത്തിൻ്റെ തെളിവുള്ള ഒലിവെണ്ണയുണ്ട്. പക്ഷെ പുറമെ നോക്കിയപ്പോൾ ഒലിവിൻ്റെ ഫലം നിഷ്ഫലമാകുന്നു. പക്ഷെ ഞാൻ പാട്ട് നിർത്തത്തില്ല. കാരണം ഞാൻ വളരെ ഫലം കായ്ക്കാൻ വിളിക്കപ്പെട്ടവനാ. പറഞ്ഞു പോകുന്നില്ല, അവസാനം കൊണ്ട് നിർത്തുന്നത്. എങ്കിലും 6 കാര്യങ്ങൾ അടഞ്ഞാലും നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല, ഗോശാലയിൽ കന്നുകാലിയില്ല, ആട്ടിൻ തൊഴുത്ത് ശൂന്യമായി കിടക്കുന്നു. പക്ഷേ എനിക്കെൻ്റെ പാട്ട് നിർത്താൻ പറ്റത്തില്ല. കാരണം വിഭ്രമരാഗത്തിൽ ഞാൻ പാടിത്തുടങ്ങിയാൽ എന്നെ സ്വർണ്ണരാഗത്തിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്ന ഒരു തമ്പുരാനെ എനിക്കറിയാം. ദർശനത്തിനൊരു അവധിയുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ഒലിവിൻ്റെ സീസണല്ല, അത്തിയുടെ സീസണല്ല, മുന്തിരിയുടെ സീസണല്ല, ആടുശാലയുടെ ഒഴിഞ്ഞ അവസ്ഥയല്ല. എൻ്റെ ദർശനത്തിന് സ്വർഗം എഴുതി വെച്ച ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് കാണുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം. എന്നെ നോക്കി, എൻ്റെ കുടുംബത്തെ നോക്കി, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി, എൻ്റെ ശുശ്രൂഷയെ നോക്കി സ്വർഗം തെളിവായി എഴുതി വെച്ച, സകലർക്കും വായിക്കുവാൻ കഴിയുന്ന ഒരു എഴുത്തുണ്ടെങ്കിൽ ആ കൈയെഴുത്ത് മാറ്റുന്ന ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഓടിപ്പോകുന്നവർ പോലും വായിക്കത്തക്കവണ്ണം തെളിവായി എഴുതി വെച്ച ഒരു ദർശനമാണെങ്കിൽ അതിൻ്റെ അവധി ദർശനം തന്നവനറിയാം. ഇന്ന് രാത്രി നീ മരണക്കിടക്കോട് കിടന്നിട്ടും സകല വെന്റിലേറ്ററിലെ ട്യൂബും കണക്ട് ചെയ്തിട്ടും ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, നിന്റെ അവധി കുറിച്ചത് ദൈവമാണ്. എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും? ഇഫ് ഗോഡ് ഡിസൈൻഡ് ഹി വിൽ കം മേക്ക് ആൻ എൻഡ് ഫോർ ദാറ്റ്. അവനാ തുടങ്ങിയതെങ്കിൽ. പത്മോസിൽ ഇരുന്നു കൊണ്ട് യോഹന്നാൻ മാറി മാറി നോക്കി. പ്രൈസ് ദി ലോർഡ്. അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഇനി ഒരു മടക്കയാത്രയുണ്ടോ? പത്മോസിൻ്റെ ഞാൻ ജിയോഗ്രഫിക്കൽ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. ഡൊമീഷ്യൻ ചക്രവർത്തി അയച്ച കപ്പൽ മടങ്ങിപ്പോയി. ഇനി ഒരു മടക്കയാത്രയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ സമുദ്രം. പക്ഷെ ദൈവം ആദ്യമേ കൊടുത്ത വെളിപ്പാട് ഇനി സമുദ്രം ഇല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനെ ഭയപ്പെടുന്നോ അതില്ലാത്തൊരു നാട്ടിലേക്കാണ് ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. യേശു എന്താ പറഞ്ഞത്? ഞാൻ ആദ്യൻ, ഞാൻ ആദ്യൻ.
അല്ലാതെ നിന്റെ ഭാവി ഗലീല കടൽപ്പുറത്ത് അല്ലെങ്കിൽ സെബദിയുടെ മകനായി നീ വളർന്നു വരുമ്പോൾ നിന്നെ അവിടുന്ന് പേര് ചൊല്ലി നിന്നെയും നിന്റെ സഹോദരനെയും വിളിച്ചെങ്കിൽ നീ എവിടെ അവസാനിക്കണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ പറയട്ടെ, അക്കരെ നാട്ടിലേക്ക് പോകുന്ന ഭക്തന്മാരെ, നിങ്ങളുടെ ഭാവിയുടെ ഭാഗവതയം നിർണ്ണയിക്കുന്നത് ഡോക്ടർമാരല്ല, ഈ മണ്ണിലുള്ള ഒന്നുമല്ല. ആത്മാവിൽ സ്തുതിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന എൻ്റെ ജനത്തെ കൊണ്ട് ദൈവത്തിന് ഒറ്റ സ്വപ്നം മാത്രമേ ഉള്ളൂ, വളരെ ഫലം കായ്ച്ചു. അതാണ് ഏറ്റവും വലിയ ആരാധന. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് അതിന് തയ്യാറാണ്? വളരെ ഫലം കഴിക്കുവാൻ എന്നിൽ വസിച്ച്. എന്താ വളരെ ഫലം? പ്രൈസ് ദി ലോർഡ്. പിശാച് പറഞ്ഞു ഇയ്യോബ് ഇപ്പം മടങ്ങിപ്പോകും. ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞു അച്ഛാനെ ഇപ്പോൾ ഭക്തി വെടിഞ്ഞ് ഇപ്പോൾ മടങ്ങി വരും. സ്നേഹിതരെല്ലാം പറഞ്ഞു ഇയ്യോബ് ഇനി അനങ്ങത്തില്ല. ആ ചാരത്തിനകത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 കൈയും പൊക്കിക്കൊണ്ട് ഒരു ആരാധന നടത്തി. ലോകം കണ്ട ഏറ്റവും വലിയ ആരാധനകളിൽ ഒന്ന്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിൽ കൂടുതൽ എങ്ങനെ ദൈവമക്കളെ ഫലം കായ്ക്കുന്നത്? എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി പറയാം? പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം എല്ലാ കരങ്ങളും ഉയർത്തിക്കാട്ടെ, എല്ലാ കരങ്ങളും ഉയർത്തിക്കാട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് അവസാനത്തെ മെസ്സേജ് അല്ലാത്തതുകൊണ്ട് ഐ ഡോണ്ട് വോണ്ട് മേക്ക് ഇറ്റ് ടു സ്റ്റാൻഡ് അപ്പ്. ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് ഫോർ എ മൊമെന്റ് ആൻഡ് ഇഫ് യു ക്യാൻ ഹോൾഡ് ദ ഹാൻഡ് ഓഫ് ദ നെയ്ബർ ദാറ്റ് സിറ്റിംഗ് ബൈ യു. ഐ എം ജസ്റ്റ് ആംഗിൾ ഒരു കൈ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ആ ദൈവദാസനുണ്ട് ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. 2 പേര്, ഇഫ് യു ക്യാൻ പെയർ അപ്പ് ഇറ്റ് വിൽ ബി ഈസി. 2 പേര് കൈ ചേർത്ത് പിടിച്ചിട്ട് ഒരു വാക്കി പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഈ ദാസൻ, ഈ ദാസി ഈ ആലയം വിട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് ഇന്ന് വരെ കായ്ക്കാത്ത പോലെ ഒരു വളരെ ഫലം കായ്ക്കണം. ഇവൻ്റെ പാട്ടിന് മൂർച്ച കൂടണം, ഇവൻ്റെ പ്രസംഗത്തിന് അധികാരം കൂടണം, ഇവൻ്റെ ശുശ്രൂഷയ്ക്ക് തിളക്കമുണ്ടാകണം. ഈ ദൈവദാസിയുടെ കുടുംബജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു ഫലം കായ്ക്കണം. ഇന്ന് വരെ പാടാത്ത പാട്ട്, ഇന്ന് വരെ പറയാത്ത അന്യഭാഷ, ഇന്ന് വരെ ചെയ്യാത്ത ശുശ്രൂഷ, ഇന്ന് വരെ പോകാത്ത യാത്രകൾ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഈ വ്യക്തിയിൽ കൂടി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുമാറാകട്ടെ. റീബാല വൈഡമാന ഹത്തര. എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്?